വീടി വലിക്കാവോ? ഞാൻ വിവാദം ഉണ്ടാക്കാൻ പറയാം. ലൈവ് ഉണ്ടോടെ അനിയന്മാരെല്ലാം പോയാ വീടി വലിക്കാവോ? പറ മനുഷ്യന്മാരെ, വീടി വലിക്കാവോ? വീടി വലിക്കൽ ഹലാലാണോ? ഹറാമല്ല. വീടി വലിക്കൽ ഹറാമല്ല. അങ്ങനെ കേട്ടപ്പാ അല്ലേ? വീടി വലിക്കൽ ഹറാമൊന്നുമല്ലല്ലോ, കറാഹത്ത് കണ്ടല്ലേ അല്ലേ? വീടി വലിക്കൽ ഹറാമല്ല, ഇന്നെന്താണ്? കറാഹത്താണെന്ന് പണ്ട് മഹാന്മാർക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ പല കറാഹത്താകുമ്പോ ഒരു ഹറാം. 40 പ്രാവശ്യം നീ വീടി വലിക്കുമ്പോ, പറ 40 പ്രാവശ്യം പോട്ട് 100 പ്രാവശ്യം നീ വലിക്കുമ്പോ അതൊരു ഹറാമിന്റെ സ്ഥാനത്തല്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതെവിടെ നിന്നാ വന്നേന്നറിയോ? തഴവസ്ഥാന്റെ ബൈത്തി കാണാം. എവിടെ നിന്നാണ് പുകയില ഉണ്ടാക്കിയെന്നറിയോ? വീടിയുടെ ഇലയ്ക്കുണ്ടല്ലോ, ഇത് എവിടെ നിന്നാ ഉണ്ടാക്കിയത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ശൈത്താനെ ശപിച്ചു. അള്ളാന്റെ മുന്നിൽ, ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ചെയ്യാത്തതിന്റെ പേരിൽ അള്ളാഹു ഇബ്ലീസിനെ ശപിച്ചു. ആ ശപിച്ച സമയത്ത് പേടിച്ചവ മൂത്രമൊഴിച്ചു കളഞ്ഞു. ഇബ്ലീസ് അള്ളാന്റെ ശാപം കിട്ടിയപ്പോ നിന്നു മൂത്രമൊഴിച്ചു. ആ മൂത്രമൊഴിച്ച സ്ഥലത്ത് നിന്നാ ഇതൊക്കെ ഉണ്ടായത്. അതാ വാപ്പ നീ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രായം കുറെ ആയില്ല വാപ്പ, ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? നന്നാവണോ എന്നുള്ള ചിന്തയൊന്നും ഇല്ലാത്തത്. ഈ ദുശീലങ്ങളൊക്കെ നിങ്ങളുടെ ഭാര്യമാരൊക്കെ എങ്ങനെ ദുർഗന്ധം എന്നറിയോ? ഈ വീടിയൊക്കെ വലിക്കാൻ എനിക്കിഷ്ടമല്ല. എൻ്റെ വാപ്പ വലിക്കുമായിരുന്നു, വാപ്പയ്ക്ക് പറ്റൂലായിരുന്നു, വല്ലാത്ത. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. എൻ്റെ വാപ്പ നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഇങ്ങനെ നിൽക്കും. ഒരു ഈത്തപ്പഴവും വെള്ളം കുടിക്കും, പിന്നെ വലിക്കണം. വാപ്പയ്ക്ക് ഇങ്ങനെ ബേജാറാ. ഐസിയുവിൽ കിടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളൊന്ന് വീഡിയോ വലിക്കരുതെന്ന്. ഞാൻ കവറിൽ പോകണമെന്നാ വാപ്പ പറഞ്ഞേ. ചില ആൾക്കാരങ്ങനെ ആയി, പഴയ ആൾക്കാർ. പക്ഷെ നിങ്ങൾക്കൊക്കെ നിർത്താമല്ലോ, ഇത് നല്ല സ്വഭാവമല്ലല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ തരുമാറാ. ചിലൊക്കെ മാറ്റണം. ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരുടെ കഴുത്തിന് പിടിച്ചിട്ട് പറയണം വീഡിയോ വലി നിർത്തിയേക്കണം, എടുത്ത് കളഞ്ഞേക്കണം. ഇതൊക്കെ നിർത്തണം. അത് നല്ല സ്വഭാവമല്ല. ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലേക്ക് വരുന്നുണ്ട്. അള്ളാഹു നമുക്ക് പുറത്തുവരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കള്ളു കുടിക്കുക, ലഹരി ഉപയോഗിക്കുക, അവന്റെ ആക്കിബത്ത് മോശമാ. ചെറുപ്പക്കാരെ എപ്പോഴാണെന്നറിയില്ല. ഇനി അടുത്ത് എൻ്റെ പ്രിയമുള്ളവരെ, ഒരുപാട് മരണങ്ങൾ, വല്ലാത്ത മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പള്ളിക്കൊരു സെന്റ് വസ്തു വാങ്ങാൻ, നിങ്ങൾ ഇരിക്കുന്ന ഈ ചെറിയ സ്ഥലം, അത് അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി, ഒരു പള്ളി കെട്ടാൻ വേണ്ടി വാങ്ങാനുള്ളതാ. എൻ്റെ പ്രിയമുള്ളവര്, സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. സദക്ക കൊടുക്കാൻ കഴിയുമോ? അള്ളാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയാം. ഞാൻ നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം പറയാം. നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദക്ക നിങ്ങൾ കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് വരാനുള്ള വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചത്, കഴിഞ്ഞ ആഴ്ച മലപ്പുറം കുറ്റിപ്പുറത്തു ഭാഗത്ത് ഞാനൊരു വീട്ടിലേക്ക് കടന്നു ചെന്നു. അള്ളാഹുവെ, വിവാഹം കഴിഞ്ഞു 10-11 വർഷക്കാലം ഭാര്യയും ഭർത്താവും അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ ഒരു സന്താനത്തിനെത്താ അല്ലാ. ഭാര്യയും ഭർത്താവും ഒരുപാട് കൊല്ലം റബ്ബിനോട് ദുആ ചെയ്തു. അള്ളാഹു 3 മക്കളെ കൊടുത്തു. ഒരാൾക്ക് 21 വയസ്സ്, രണ്ടാമത്തെ പെൺകുട്ടി +2 +1 പഠിക്കുന്നു. മൂന്നാമത്തെ കുട്ടി ഒരു ചെറിയ കുട്ടി, 10-12 വയസ്സ് മാത്രമേ ഉള്ളൂ. അവന് ഹുദവിക്ക് പഠിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു മുതഅല്ലിമ. ഈ പൂജയുടെ ലീവ് വന്നപ്പോ എല്ലാവരും കൂടെ, അവര് 3 പേരും കൂടെ അള്ളാഹുവെ ഒരു കുടുംബ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് പുഴയിലേക്ക് കുളിക്കാൻ ഇറങ്ങിയതാ. തന്റെ കൂടപ്പുറപ്പ് വെള്ളത്തിന്റെ അകത്ത് മുങ്ങി ഇങ്ങനെ താഴുന്നത് കണ്ടപ്പോ സഹോദരിയും സഹോദരനും കൂടെ രക്ഷപ്പെടുത്താൻ കൂടെ ചാടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൾഫിൽ ഉമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് വാപ്പാനെ വിളിച്ചു വരുത്തി. വീട്ടിലേക്ക് ആ സഹോദരൻ കയറി വരുമ്പോ വീട്ടിൽ ടാർപ്പ് കെട്ടിയിട്ടിരിക്കുന്നു, ആൾക്കാർ നിൽക്കുന്നു. ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നപ്പോ പ്രിയപ്പെട്ട പൊന്നുമകനെ ചേർത്ത് പിടിച്ചിട്ട് ഉമ്മ പറഞ്ഞു, മോനെ, അള്ളാഹു നിനക്ക് നൽകിയ 3 മക്കളും പോയി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു കൊടുത്ത, ഒരുപാട് കാലം ദുആ ചെയ്ത് കാത്തിരുന്നിട്ട് അള്ളാഹു കൊടുത്ത 3 മക്കളുടെ മയ്യത്ത് കണ്ട വാപ്പ, ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന പിതാവിനോട് എന്തു പറഞ്ഞു സമാധാനിപ്പിക്കണമെന്നറിയില്ല. അടുത്ത് ചെന്നിരുന്നിട്ട് ഞാൻ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് 3 ശുഹദാക്കളെ വളർത്താനുള്ള ഭാഗ്യം നൽകിയല്ലോ. നിങ്ങളുടെ മക്കൾക്ക് ശുഹദാഇന്റെ കൂലിയാണല്ലോ. അള്ളാഹുവെ, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അവസാനം ആ പ്രിയപ്പെട്ട പിതാവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ചോദിച്ചു, ഉസ്താദേ, ഞാൻ മരിക്കുന്ന കാലം വരെ ഞങ്ങൾ 2 പേരും ഇനി ജീവിക്കണ്ടേ ഉസ്താദേ?
ഭാര്യയും ഭർത്താവും വീടിന്റെ അകത്ത് ഒറ്റയ്ക്കായി പോയപ്പോ അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, എന്തിനാ ഇത് പറഞ്ഞതെന്നറിയുവോ? ഈ സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് ബക്കറ്റുമായി കടന്നു വരുമ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയാ. ഞാനൊരു സദക്ക കൊടുത്താൽ എന്റെ ജീവിതത്തിൽ അള്ളാഹു എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വിപത്തിനെ തട്ടിമാറ്റാൻ ഈ സദക്കയ്ക്ക് കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാവരും ഒരു സദക്ക എടുക്കുക. അള്ളാഹുവേ, പടച്ചവനെ, എന്റെ മക്കളെ നീ കാക്കണം തമ്പുരാനെ. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ടെന്നെ കാത്തിരക്ഷിക്കണം അള്ളാഹുവേ. എനിക്ക് നീ പട്ടിണി തരരുത്, ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ എനിക്ക് തരരുത് എന്ന ഒരു നല്ല നീയത്തോടെ ഒരു നല്ല സദക്ക എടുക്കുക. എല്ലാവരും ഒരു നല്ല സദക്ക. സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി. അല്ലാഹുവേ, പടച്ചവനെ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നു അല്ലാഹുവേ, ഈ സദക്ക നീ സ്വീകരിക്കണേ അല്ലാ. ഇവരുടെ ജീവിതത്തിലെ സർവ്വ ഇടങ്ങേറുകളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഇവർക്ക് നീ നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത 5 വിഭാഗത്തിലെ 4ാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? ഒരു വിഭാഗം കൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ അതിരിക്കൂലേ? ഇപ്പൊ സമയം 10:50 ഇരിക്കൂലേ? ഒരെണ്ണം കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കിക്കേ. ഷാ അല്ലാ, അവിടേക്ക് ഇരിക്കട്ടെ. മുട്ടയൊക്കെ ഉണ്ട് ലേലം ചെയ്യാൻ. എല്ലാവരും കവറിട്ട് വെച്ചോ. ഷാ അല്ലാ, വീട്ടിൽ കൊണ്ടുപോയി തിന്നാലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 4ാമത്തെ കാര്യം എന്തെന്നറിയോ? മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ കഴിയാത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ നാവ് പൊങ്ങാത്ത 4ാമത്തെ വിഭാഗം ആരെന്നറിയോ? റസൂലുള്ളാഹ് പറയുന്നു, സ്വഹാബാ, മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്തവനാണ്, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവനാണ്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കള്. നിനക്ക് നല്ല മരണമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവരെ, ഇന്ന് വൃദ്ധസദനങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്ന കാലമാണ്. മാതാപിതാക്കളെ തല്ലുന്ന മക്കളുടെ കാലവാ, മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുടെ കാലവാ. പടച്ചവരെ, ഉമ്മാനെ ചാക്കിൽ കെട്ടിയിട്ട് വഴിയോരത്ത് കൊണ്ടുവന്ന് കളഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്ന മക്കളുടെ കാലവാ. എന്റെ പ്രിയമുള്ളവര്, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവനുണ്ടല്ലോ, അവന്റെ മരണസമയം മോശമാണ്. പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, 3 പാപങ്ങൾ ആരെങ്കിലും ചെയ്താൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 പാപം ചെയ്താ, 3 തെറ്റുകൾ ചെയ്താ ഈ ദുനിയാവിൽ വെച്ച് തന്നെ, മരണത്തിന്റെ സമയത്തല്ല, ഖബറിന്റെ അകത്തല്ല, പരലോകത്തല്ല, സിറാത്തിലല്ല, പടച്ചവന്റെ നരകത്തിലല്ലോ, ഈ ദുനിയാവിൽ വെച്ച് തന്നെ റബ്ബ് നിനക്ക് ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ആരാ 1ാമത്തെ വിഭാഗം ആരെന്നറിയോ? ഉമ്മാനെ വേദനിപ്പിച്ചവരാ, മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കള്. നീ മരിക്കുന്നതിന് മുമ്പേ റബ്ബ് നിനക്ക് ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവന് ഹജ്ജ് ചെയ്താലും ഉംറ ചെയ്താലും പള്ളി കെട്ടി കൊടുത്താലും വഅദ് പറയുന്നവനാണെങ്കിലും ഇമാമാണെങ്കിലും എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും മാതാപിതാക്കളെ വേദനിപ്പിച്ചവരാണോ അവന് നല്ല മരണമില്ലോ, അവന് നല്ല മരണമില്ലോ. പടച്ചവരേ,
അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അൽഖമ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാണ് അൽഖമ. ആ അൽഖമ റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സഹാബികൾ അടുത്ത് ചെന്ന് നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാ. അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാ. അൽഖമയ്ക്ക് പറയണമെന്നുണ്ട്, പക്ഷേ നാവ് പൊങ്ങുന്നില്ല. ഷഹാദത്ത് കലിമ പറയണമെന്നല്ലോ അന്റെ റസൂലിന്റെ സ്വഹാബിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിസ്കരിച്ച, ഖുർആൻ ഓതിയ, സ്വലാത്ത് പറഞ്ഞ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത അൽഖമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ കഴിയുന്നില്ല. പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബത്ത് കടന്നു വന്നു. യാ റസൂലല്ലാഹ് അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാ കഴിയുന്നില്ല നബിയേ, നാവ് പൊങ്ങുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബാ അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ സഹാബാ? ഒന്നാമത് ചോദിച്ച ചോദ്യമതാ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയേ, വിളിച്ചു കൊണ്ടുവാ സഹാബാ. സഹാബികൾ അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഉമ്മാനെ വിളിച്ചു കൊണ്ടുവരികയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമ്മാ നിങ്ങളുടെ പൊന്നുമോനുമായിട്ട് എങ്ങനെയാണുമ്മാ? അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് എനിക്ക് അൽഖമാനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയേ, അവന് എന്നെ ജീവനായിരുന്നു നബിയേ, എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പക്ഷേ അവൻ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ അവന്റെ സ്വഭാവം മാറി നബിയേ, എന്നെക്കാളും സ്നേഹം അവൻ അവന്റെ ഭാര്യയോടാണ് നബിയേ. അല്ലാഹുവേ, തല്ലിയ മകന്റെ കഥയെല്ലാം, മകന്റെ കഥയല്ല, അടിച്ചിറക്കിയ മകന്റെ കഥയല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബി അൽഖമ റളിയല്ലാഹു തആല അൻഹു ഉമ്മ പറയുന്നു, എന്നോട് അവന് വല്ലാത്ത സ്നേഹമായിരുന്നു. പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാണ് നബിയേ. അത് ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു, അത് ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ് അതെന്റെ മനസ്സിൽ വേദനയുണ്ടാക്കി നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മ നിങ്ങളുടെ പൊന്നുമോനും മരണസമയത്ത് കിടക്കുകയാ, അവൻ സക്കറാത്തിന്റെ അവസ്ഥയിലോ. നിങ്ങൾ പൊരുത്തം കൊടുത്താലേ അവന് ഷഹാദത്ത് കലിമ പറയാൻ കഴിയൂ. നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ട് കൊടുക്കുവോ ഉമ്മ? ആ ഉമ്മ പറഞ്ഞു, ഇല്ല നബിയേ, എനിക്കത് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ കഴിയില്ലോ. അവനെ ഞാൻ വല്ലാതെ സ്നേഹിച്ചതാ നബിയേ, പൊരുത്തപ്പെടൂല എന്ന് ഉമ്മ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബാ കത്തിച്ച് കള സഹാബാ. ഉമ്മയുടെ പൊരുത്തമില്ലാത്തവര് ജീവനോടെ കത്തിച്ച് കള സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ ഉമ്മ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് എന്റെ മോനെ കത്തിക്കല്ല നബിയേ, അവൻ എന്ത് ചെയ്താലും എന്റെ മകനാണല്ലോ നബിയേ, ഞാനവന് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു നബിയേ. പറഞ്ഞു തീരേണ്ട താമസം അൽഖമ റളിയല്ലാഹു തആല അൻഹു തന്റെ നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് ലോകത്തോട് യാത്രയായെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിമേ,
പലപ്പോഴും ഉമ്മാനെ വഴക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മാടെ മുന്നിൽ കയർത്തിട്ടുണ്ടല്ലോ. ഉമ്മയുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഞാനും നിങ്ങളും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അവരുടെ കണ്ണ് നിറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാ, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും നീ രക്ഷപ്പെടൂല, നിനക്ക് നല്ല മരണം കിട്ടൂല, നിനക്ക് അല്ലാന്റെ സ്വർഗമില്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയോ, മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ നമുക്ക് രക്ഷയില്ലല്ലോ. അവരല്ലേ നമ്മളെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യന് കടന്നു വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാണ് നബിയേ? നിന്റെ ഉമ്മയോടാണ് മോനെ. രണ്ടാമതാരോടാണ് നബിയേ? നിന്റെ ഉമ്മയോടാണ്. മൂന്നാമതാരോടാണ് നബിയേ? നിന്റെ ഉമ്മയോടാണ്. നാലാമതാരോടാണ് നബിയേ? നിന്റെ വാപ്പയോടാ. 3 പ്രാവശ്യവും അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞത് ഉമ്മാ ഉമ്മാ ഉമ്മാ. കാരണം ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. ഗർഭം ചുമന്നത് ഉമ്മയാണ്. അല്ലാ, നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഒന്ന് കിടന്നുറങ്ങാൻ കഴിയില്ലോ, ആരോടും പരാതി പറയാതെ 9.5 മാസം ചുമന്നുകൊണ്ട് നടന്നത് നമ്മുടെ പെറ്റുമ്മയാ. മോനെ, മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചത് ഉമ്മയാ, നിനക്ക് പാല് തന്ന് വളർത്തിയത് ഉമ്മയാ. അതുകൊണ്ട് നിന്റെ ഉമ്മയോടാണ് നിനക്ക് ഏറ്റവും കൂടുതൽ കടമ. വാപ്പയ്ക്ക് വിലയില്ല എന്നല്ല, വാപ്പയ്ക്ക് മഹത്വമില്ല എന്നല്ല, വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ, അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ, അവരുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എഴുന്നേക്ക്, ബിസ്മില്ലാ, പെട്ടെന്ന് എഴുന്നേക്ക്, എടുത്തേക്ക് വാ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് വാ, ജൽദി ജൽദി കഴിഞ്ഞു, ദുആ ചെയ്യാൻ പോ, പെട്ടെന്ന് വാ എല്ലാവരും ഇങ്ങോട്ട് വാ ഇൻഷാ അല്ലാഹ്. പറയാ വാപ്പ, നിങ്ങൾ വരും, പെട്ടെന്ന് വാ ഇൻഷാ അല്ലാഹ്. ഇങ്ങോട്ട് വാ, ഇറങ്ങിക്കോ, അർശിന്റെ മുകളിൽ നിന്ന് എല്ലാവരും ഇറങ്ങും ഇൻഷാ അല്ലാഹ്. ഇങ്ങോട്ട് വാ. ഓടേണ്ടവരോട് വരേണ്ടവര് വാ, ഓടേണ്ടവരതാ വഴി പൊക്കോളി. ബിസ്മില്ലാ. പുറത്തു നിൽക്കുന്ന സഹോദരങ്ങളോട് ഒന്നീ സ്വർഗത്തിൽ കയറി വാ, അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് നിന്റെ കൂര പിടിച്ചോ, പെട്ടെന്ന് പൊക്കോ. നീ വെളിയിൽ നിന്നിട്ട് ആമീൻ പറയണ്ട, വെളിയിൽ നിന്നിട്ട് ആമീൻ പറയണ്ട, ഒന്നീ സ്വർഗത്തിൽ കയറി. ഷാ അവിടെ നിൽക്കുക, രണ്ടും പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. ഇങ്ങോട്ട് വാ ഷാ. പുറത്തു നിൽക്കുന്നവരോട് ഒന്നീ നിങ്ങൾ സ്വർഗത്തിൽ കയറുക, അല്ലെങ്കിൽ അങ്ങോട്ട് മാറിയാൽ മതി, എനിക്ക് കാണണ്ട, നിങ്ങളെ മാറുന്നില്ലേ, അത്രയും ഒരു കരുണയെങ്കിലും കാണിക്കുക. കാരണം നിന്റെ ആമീൻ അല്ലാഹ്ക്ക് വേണ്ട. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇത്രയും നല്ല ഒരു സദസ്സ്, 40 പേര് ഒരു സദസ്സിലുണ്ടെങ്കിൽ അവിടെ ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടെന്ന, 40 പേരുണ്ടെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളാ സദസ്സിലുണ്ടെന്ന. ഇവിടെ 40 അല്ല, അതിനെക്കാളും ഉണ്ട്. ഇത്രയും നല്ല ഒരു സദസ്സ് കണ്ടിട്ട് നിനക്ക് ഇതിനകത്ത് കയറി ആമീൻ പറയാൻ മനസ്സില്ലെങ്കിൽ നീ വെളിയിൽ നിന്ന് പറയണ്ട. അതിന് അഹങ്കാരം എന്നാ പറയുന്നത്. അഹങ്കരിച്ചോമാരും ഇന്ന് വരെ നന്നായിട്ടില്ല. ചുമ്മാ ഭാര്യ മക്കളെ യതീമാക്കി കളയരുത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇട്ട് കയറല്ലേ, പൊക്കോളി. ബിസ്മില്ലാ. 2-1 3 സ്വലാത്ത്. സല്ലല്ലാഹു ഇട്ട് വാപ്പ, താഴെ ഇറങ്ങ വാപ്പ, എല്ലാരും താഴെ ഇറങ്ങി ഇങ്ങോട്ട് എടുത്തോളി ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങളൊക്കെ എഴുന്നേക്ക്, ബിസ്മില്ലാ, എല്ലാവരും എഴുന്നേറ്റ്, ഇനി ആരും ഇരിക്കരുത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 പാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ ഈ ദുനിയാവി വെച്ച് തന്നെ അള്ളാഹു കൊടുക്കും ശിക്ഷ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആ 3 പാപങ്ങളിൽ ഒരു പാപം, മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾ. തല്ലണ്ട, മാനെ കഴുത്തിന് പിടിക്കണ്ട, കൂമ്പിടിച്ചു വാട്ടൊന്നും വേണ്ട, അമ്മായി പട്ടിണി കിടണ്ട. നിന്റെ ഒരു വാക്കുകൊണ്ട് നിന്റെ ഉമ്മാന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടൂല. അള്ളാഹു നമുക്ക് പുറത്തുവരുമാറാകട്ടെ.
ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മാന്റെയും വാപ്പാന്റെയും മനസ്സ് വേദനിപ്പിച്ചവൻ അള്ളാഹു നല്ല മരണം കൊടുക്കൂല. അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2, ഞാൻ വിശദീകരിക്കുന്നില്ല, ഇങ്ങോട്ട് അടുത്ത് നിൽക്കുക, നിങ്ങളൊക്കെ എനിക്ക് കാണാൻ വേണ്ടി ഇങ്ങോട്ട് കേറിക്കോ. അൽഹംദുലില്ലാഹ്. 2, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എടാ നീ ഒരുപാട് കാലം ഈ ദുനിയാവിൽ കൂടെ നെളിഞ്ഞു നടക്കൂല, നിനക്ക് പെട്ടെന്ന് പോകേണ്ടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിച്ച ഒരുത്തനും ഒരുപാട് കാലം ജീവിച്ചിട്ടില്ല. അവന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ സഹോദരിമാരോട് പറയുന്നു, നിന്റെ ഭർത്താവ് മാപ്പായും ഉമ്മായുമായിട്ട് പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി നീ ആ മനുഷ്യന്റെ കാല് പിടിച്ച് കരയണം. ഇക്കാ നിങ്ങൾ വിളിക്ക് നിങ്ങളുടെ ഉമ്മാനെ, ഈ രാത്രി വിളിക്ക്. കാത്തു കിടക്കുക ആ പാപം നിങ്ങളുടെ ഒരു വിളി. ഒന്ന് വിളിക്കുമ്മ, ഒന്ന് വിളിക്ക്. ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് കാലിൽ പിടിച്ച് കരഞ്ഞിട്ടാണെങ്കിലും നിന്റെ ഭർത്താവിനെയും ഉമ്മാനെയും തമ്മിൽ മിണ്ടിപ്പിക്കണം. ഇല്ലെങ്കിൽ നീ വിധവയാകാൻ തയ്യാറായിക്കോ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നീ വിധവയാകാൻ ഒരുങ്ങിക്കോ പെണ്ണെ. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയാ, നിനക്കിത്തിരി പണവും ഒരു വീടും കിട്ടിയപ്പോൾ നിന്റെ പെണ്ണുമ്പിള്ള അവള് പെറ്റ തള്ളയെ മറന്നുപോയവളാ. പല പെണ്ണുങ്ങളും കല്യാണം കഴിഞ്ഞ് ഭർത്താവും മക്കളായ പിന്നെ അവർക്ക് സമയമില്ല ഉമ്മാനെ നോക്കാൻ, വാപ്പാനെ നോക്കാൻ. ഭർത്താവും മക്കളും മതി. അവളുടെ കൂടെ നീ നടക്കരുത്. നീ അവൾക്ക് തിരുത്തി കൊടുത്ത് അവളെ നന്നാക്കിയില്ലെങ്കിൽ നിന്റെ മക്കൾ തീമായി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 2, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3, ഉമ്മാനെ തല്ലാൻ കൈപൊക്കിയ മക്കളെ, വാപ്പാനെ ചീത്ത വിളിച്ചവരെ, മാതാപിതാക്കളെ പട്ടിണിക്കിട്ടവരെ, മാതാപിതാക്കൾ പ്രായമുള്ള വാപ്പയും ഉമ്മയും, പ്രായം ചെന്ന നമ്മുടെ മാതാപിതാക്കൾ രോഗികളായിട്ട് വീടിന്റെ അകത്ത് കിടന്നൊന്ന് മൂത്രമൊഴിച്ചാൽ നിന്റെ പെണ്ണുമ്പിള്ള പറയും എവിടെങ്കിലും കൊണ്ട് കളയാൻ. വേറെ മക്കളില്ല, അവിടെ കൊണ്ടിട്. നിന്റെ പണക്കാരിയായി നിന്റെ ഭാര്യ പറയുമ്പോ, എടാ നിന്റെ കൊട്ടാരം പോലെ പണിത 2 നില വീടിന്റെ ബെഡ്റൂമിനകത്ത് കിടന്നിട്ട് ഉമ്മയൊന്ന് മൂത്രമൊഴിച്ച കഴുകിയ വൃത്തിയാവില്ലടാ നീയ. നിന്റെ വാപ്പ രോഗിയായിട്ടൊന്ന് കാർക്കിച്ച് തുപ്പിയ അത് തുടച്ചാ പോകില്ലേ? അല്ലാഹു അലം. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ, ഒരാള് രോഗിയായിട്ട് ഗൾഫിൽ ഒരുപാട് കാലം കടന്ന ഒരാള്, അല്ലാഹുവേ മൂത്രാശയത്തില് ക്യാൻസറായിട്ട് പടച്ചവനെ മൂത്രം ഇങ്ങനെ പൊക്കൊണ്ടിരിക്ക. കാണാൻ ചെന്നപ്പോ പറഞ്ഞു, ഉസ്താദേ എന്റെ മക്കൾ എന്റെ കഴുത്തിൽ പിടിച്ചു ഞെരിക്കുന്നു ഉസ്താദേ, എന്റെ കഴുത്തിൽ പിടിച്ചു കൊല്ലാൻ നോക്കുന്ന ഉമ്മാര്, ഞാനൊന്ന് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹു ആ പാപത്തിനോട് കരുണ കാണിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, പ്രായം ചെന്ന ആ സാധുക്കൾ, നമുക്കെങ്ങനെ ഉള്ളവനെ അതിന്റെ വില അറിയത്തുള്ളൂ, ഇല്ലാത്തവൻ അതിന്റെ വില അറിയില്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ വാപ്പയും ഉമ്മയും പോയി കഴിയുമ്പോഴേ നമുക്കതിന്റെ പ്രയാസം അറിയൂ, അതിന്റെ വേദന അറിയൂ. ചില മക്കൾ സ്വന്തം വാപ്പയും ഉമ്മയും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മോനെ എന്ന് വിളിക്കാൻ നമ്മുടെ ഉമ്മയല്ലേ ഉള്ളൂ. ലോകത്ത് ആരെങ്കിലും വിളിക്കോ? മോനെ എന്ന് വിളിക്കേണ്ട പ്രായം ചെന്ന് രോഗം പിടിച്ച് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരാണെങ്കിലും രാത്രി വീട്ടിൽ കയറി ചെല്ലുമ്പോൾ മോനെ എന്നൊന്ന് വിളിച്ചാൽ മതി. എന്തൊരു സുഖമെന്നറിയോ? നമ്മുടെ മനസ്സൊന്ന് വേദനിക്കുമ്പോ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് തലയിലൊന്ന് കൈവച്ചിട്ട് തടകിയാൽ മതി നമ്മുടെ ഉമ്മ. അല്ലാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ഭാര്യ എന്തെങ്കിലും പറയുമ്പോ വീടിന്റെ അകത്ത് കിടന്ന് മൂത്രമൊഴിച്ചാ വഴക്ക്, ഒന്ന് കാഷ്ടിച്ചാ, ഒന്ന് തുപ്പിയാ, എടാ നീ എവിടെ കിടന്നാടാ മൂത്രമൊഴിച്ചേ? ഞാനും നിങ്ങളും നമ്മുടെ ഉമ്മയുടെ ശരീരത്തുകൂടെ എത്രയോ പ്രാവശ്യം മൂത്രം ഒഴിച്ചു, എത്രയോ പ്രാവശ്യം കാഷ്ടിച്ചു. ഉമ്മാന്റെ ശരീരത്തുകൂടെ ഞാനും നിങ്ങളെ ഛർദിച്ചല്ലോ, പോടാന്ന് പറഞ്ഞെടുത്ത് കളഞ്ഞില്ലല്ലോ ആ സാധു. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഉമ്മാനെ തല്ലിയാലും ചെറുപ്രായത്തിൽ നമ്മൾ തല്ലിയിട്ടുണ്ട്, ഉമ്മാന്റെ ശരീരത്ത് തുപ്പിയിട്ടുണ്ട്. എന്നാലും മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നമ്മുടെ ഉമ്മയും ഉപ്പയും എങ്ങനെ നമുക്ക് അവരോട് ഇങ്ങനെ കാണിക്കാൻ തോന്നുന്നു? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന 3ാമത്തെ ശിക്ഷ, നീ കാത്തിരുന്നു. നീ നിന്റെ മക്കളെ എങ്ങനെയൊക്കെ വളർത്തിയാലും അവൻ നീ മരിക്കുന്നതിന് മുമ്പ് നിന്നോട് തിരിച്ചങ്ങനെ തന്നെ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മാനെ വാപ്പാനെയും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ ഉസ്താദല്ല, ആഫിദല്ല, ആരെ വേണാക്കിക്കോ. നീ നിന്റെ മാതാപിതാക്കളോട് ചെയ്തതുപോലെ വല്ലാഹി സത്യം, നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മക്കൾ നിന്നെ പിടിച്ചിർത്തും. നീ വാപ്പാനെ കടിക്കാൻ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ മോനും പൊക്കും. നീ കാത്തിരുന്നു.
നീ ചീത്ത വിളിച്ചതുപോലെ നിന്റെ മക്കളും നിന്നെ ചീത്ത വിളിക്കും. നീ പട്ടിണി കിട്ടതുപോലെ നിന്റെ മക്കൾ കല്യാണം കഴിച്ചൊരു പണക്കാരനെ കിട്ടിയപ്പോ പെറ്റ തള്ളയെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നിനക്ക് തന്നു വിട്ടപ്പോ നിനക്ക് ജന്മം തന്ന സ്വന്തം ഉപ്പാനെ തിരിഞ്ഞു നോക്കാത്ത മോളെ നീ എങ്ങനെ വളർത്തിയാലും നിന്റെ മക്കൾ മരിക്കുന്നതിന് മുമ്പ് തിരിച്ച് നിന്നോട് അത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പോഴേ നിന്റെ ഉമ്മ കരഞ്ഞതിന്റെ വേദന നിനക്ക് തിരിയും. നമ്മുടെ വാപ്പ നെഞ്ചുപൊട്ടി കരഞ്ഞതിന്റെ വേദന എന്താണെന്ന് തിരിയണമെങ്കിൽ നമ്മുടെ മക്കൾ തിരിച്ച് നമ്മളോട് ചെയ്യണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകും. അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകും. അള്ളാഹു നമ്മുടെ മാതാവിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങളുടെ ഉമ്മാനെ ഉപ്പാനെ നീ സ്വർഗത്തിൽ ഞങ്ങൾക്ക് മാതാപിതാക്കളാക്കി തരണേ അല്ലാ. അവര് സ്വർഗത്തിന്റെ മുന്നിൽ മക്കളെയും കാത്തു നിൽക്കണേ റഹ്മാനെ. ഞങ്ങളെ കുടുംബസമേതം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. അള്ളാഹുവിന്റെ ഒരു ചെറിയ പള്ളി നിസ്കരിക്കുന്നതിന് വേണ്ടി, ഒരു പള്ളി കെട്ടുന്നതിന് വേണ്ടി അൽഹംദുലില്ലാ നിങ്ങൾ എല്ലാവരും സഹായം ചെയ്തവരാ. ആ സഹായം കൊണ്ട് അൽഹംദുലില്ലാ ഇനി ഒരല്പ പൈസ കൂടെ 5 ലക്ഷം രൂപയോളം ഇനി വേണം അതൊന്ന് നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് വലിയ സംഖ്യ ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങളുടെ മരിച്ചുപോയ ഉമ്മാനെ നിങ്ങൾക്കൊന്ന് ഓർമ്മ വരട്ടെ. നിങ്ങളെ പൊന്നുപോലെ വളർത്തിയ, വല്ലാതെ സ്നേഹിച്ച, നിനക്ക് ചോറ് വാരിത്തന്ന, നിന്നെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ തന്ന നമ്മുടെ ഉമ്മ, നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച നമ്മുടെ വാപ്പ, അവർ രണ്ടുപേരും ഖബറിന്റെ അടി കിടക്ക. അവരുടെ ഖബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ, ലോകത്തുള്ള സർവ്വ പള്ളികളും സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ